ചന്തക്കുന്ന് ചാരംകുളം കിണറ്റിങ്ങൽ സദക്കത്തിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി നാടൊരുങ്ങുന്നു. ധനസമാഹരണത്തിനായി നാട്ടുകാരുടെ സഹകരണം വേണമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. ഈ ഓപ്പറേഷനും അതുപോലെ തന്നെ തുടർന്നുള്ള ചികിത്സക്കുമൊക്കെ 30 ലക്ഷം ഉറപ്പിക്കുകയാണ് ആവശ്യമായി വന്നിട്ടുള്ളത്. സദക്കത്തിന്റെ കുടുംബം വളരെ പ്രയാസപ്പെടുന്ന ചെറിയ ഒരു കുടുംബമാണ്. വീടാണെങ്കിൽ വലിയ വീടൊന്നുമല്ല, ചെറിയ ഒരു വീട്. 3 കുട്ടികളിൽ ചെറിയ കുട്ടിക്ക് 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. വേറെ വരുമാന മാർഗങ്ങളൊന്നും അദ്ദേഹത്തിനുമില്ല, അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കും ഇല്ല. ഈ സാഹചര്യത്തിൽ നിലമ്പൂരുകാരായ നമ്മുടെ സഹോദരന്മാർ PV അബ്ദുൽ വഹാബ് MP, ആര്യടൻ ഷൗക്കത്ത് MLA, അതുപോലെ തന്നെ നമ്മുടെ ചെയർമാൻ മാട്ടുമൽ സലീം, VA കരീം, റനീഷ് കുപ്പായം, ജംഷിദ് M കുഞ്ഞുട്ടിമാൻ, ഇവർ രക്ഷാധികാരികളായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലർ റനീഷ് കുപ്പായം ചെയർമാനായിട്ടും ബാബു എറഞ്ഞിക്കൽ ട്രഷററായിട്ടും ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിൻ്റെ മീറ്റിംഗ് കൂടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്വമനസ്സുകളെയും സമീപിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അഥവാ സദക്കത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ആ പാവപ്പെട്ട ഫാമിലിയെ രക്ഷാത്തിന് വേണ്ടി പാവപ്പെട്ട ഫാമിലിയുടെ രക്ഷയ്ക്ക് ആവശ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരുമായും അഭ്യർത്ഥിക്കുക എന്ന തീരുമാനമാണ് കമ്മിറ്റി എടുത്തിട്ടുള്ളത്. നിലമ്പൂർ ചന്തക്കുന്ന് ചാരംകുളം കിണറ്റിങ്ങൽ സദക്കത്താണ് അടിയന്തരമായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. ഒരു സാധാരണ പ്രവാസിയായിരുന്ന സദക്കത്തിന്റെ കരളിന്റെ പ്രവർത്തനം പെട്ടെന്നാണ് തകരാറിലായത്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലാണ് ചികിത്സ നടത്തുന്നത്. നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം നടത്തുന്നതിനിടയിലാണ് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നത്. അപകടത്തിൽ പരിക്കേറ്റിരുന്ന ഒരു യുവാവിന്റെ ലിവർ സ്വീകരിച്ചാണ് സദക്കത്തിന്റെ ശസ്ത്രക്രിയ നടത്തിയത്. ഇനി 3 ആഴ്ച കൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. 3 മാസത്തിലേറെ വിശ്രമവും ആവശ്യമാണ്. ശസ്ത്രക്രിയയ്ക്കും മറ്റുമായി ഏകദേശം 35 ലക്ഷം രൂപയിലധികം ആവശ്യമാണ്. ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് ആശുപത്രിയിൽ പണമടയ്ക്കണം. നിർധന കുടുംബത്തിന് സ്വന്തം നിലയ്ക്ക് തുക കണ്ടെത്തുവാനുള്ള മാർഗമില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അകമഴിഞ്ഞ് സഹായിച്ചവരാണ് നമ്മുടെ നാട്ടുകാർ. സദക്കത്തിന്റെ ചികിത്സയും നാട്ടുകാർ ഏറ്റെടുക്കുന്നു